ഹായ് ഹലോ, നമ്മൾ ഇന്ന് ഏക്കർ കണക്കിന് പരന്നങ്ങനെ കിടക്കുന്ന അടിപൊളി ഒരു ആമ്പൽപ്പാടം കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ആമ്പൽ വസന്തം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് കോട്ടയം മലരിക്കൽ. അപ്പോൾ മലരിക്കൽ ആമ്പൽ വസന്തമാണ് നമ്മൾ ഇന്നത്തെ യാത്രയിലൂടെ കാണുന്നത് കേട്ടോ. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മൾ വള്ളത്തിൽ ഈ ആമ്പലുകളുടെ നടുവിലൂടെയാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. മണിക്കൂറോളം സമയം വേണം കേട്ടോ നമുക്ക് ഈ ഒരു അമ്പൽപ്പാടം ഫുള്ളായിട്ടൊന്ന് കറങ്ങി വരാൻ. അതിൽ കൂടുതൽ സമയം എടുക്കാം. അപ്പോൾ ഒരു മണിക്കൂറോ അതിൽ കൂടുതൽ സമയം അവർ നമുക്ക് വേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് എത്ര നേരം ഇങ്ങനെ കറങ്ങി നടക്കണോ അത്രയും സമയം അവർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അത്ര ഭംഗിയാണിത് കാണാനായിട്ട്. ഇപ്പോൾ ശരിക്കും ഒരുപാട് അമ്പലുകൾ കുറഞ്ഞെന്നാണ് പറയുന്നത്. ആ ചേട്ടൻ നമ്മൾ വള്ളം ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. കാരണം അവിടെ ഒരുപാട് വള്ളക്കാരുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ആ ഒരു ചേട്ടൻ്റെ നമ്പറൊക്കെ, മുരളി എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം. അപ്പോൾ വരണമെന്നുള്ളവർ ആ ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ അത്ര ഭംഗിയാണ്. സെപ്റ്റംബർ വരെ ഉണ്ട് എങ്കിലും ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഫ്ലവറൊക്കെ നന്നായിട്ടങ്ങ് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കൾ അവർ തന്നെ അവിടെ ഇത് പറിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് 30 രൂപ ഒരു കെട്ടിന് എന്നുള്ള രീതിക്ക്. ഇത് എൻ്റെ ഈ ഒരു കയ്യിലിരിക്കുന്ന ഈ ഒരു കെട്ടെന്ന് പറയുന്നത് 30 രൂപയാണ് കേട്ടോ. അത് അവർ തന്നെ ഇങ്ങനെ പറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല കേട്ടോ. നമുക്ക് വേണമെന്നത്ര പൂക്കൾ നമുക്കിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ പറിച്ചെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പൂക്കൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് 5:30 മുതൽ വരണം ഇവിടെ. കാരണം 5:30 6 മണി ആ ഒരു സമയമാണ് ഇതിൽ കൂടുതലായിട്ട് പൂക്കൾ വിരിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വന്നത് കറക്റ്റ് ഒരു 6:10 ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ നേരം വെളുത്ത ഒരു വരുന്നുണ്ടായിരുന്നു. മഴ മൂടലും കൂടെ കൊണ്ട് തന്നെ ഒരു മൊത്തത്തിലൊരു ചെറിയ ഇരുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സൂര്യൻ ശരിക്കും ഉദിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണോ ഭയങ്കര ആ ഒരു ഭംഗിയായത്. പക്ഷേ മഴ മൂടൽ കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഇതങ്ങ് പോയി. എന്നാലും ആ ഒരു ചെറിയ വെയിൽ വന്ന സമയത്ത് ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് എന്താ പറയുക, കോടിക്കണക്കിന് അമ്പലുകളെന്ന് പറയാം. അത്രയും അമ്പലുകൾ നിൽക്കുന്നിടത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് വള്ളം അതിൻ്റെ നടുവിലായിട്ട് നിർത്തിട്ട് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം, ഫോട്ടോഷൂട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, നമുക്കല്ലാണ്ട് വള്ളത്തിലിരുന്നിട്ട് ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പറഞ്ഞ ആ മുരളി എന്ന് പറയുന്ന ചേട്ടൻ്റെ നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടനെ നമ്മൾ തലേ ദിവസം വിളിച്ച് പറയുക, അല്ലെങ്കിൽ തലേ ദിവസം വിളിച്ച് പറയുന്നതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഒരു ഒന്നും പറയാനില്ല. കാരണം അതുപോലെ തന്നെ കൊക്കുകൾ പറന്നു പോകുന്നതിനേക്കാളും നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ചെന്ന സമയത്ത് റെയിൻബോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തെങ്കിലും അതിനുള്ളിൽ വന്നില്ല, ഏകദേശം മാഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ റെയിൻബോ കാണുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.